നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി നിർത്തുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്തും സംഭവിച്ചേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മണ്ഡലത്തിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് ആയിട്ടില്ലെങ്കിലും ഇത്തവണ മത്സരരംഗത്തില്ലെങ്കിൽ അത് LDF-നും UDF-നും ഒരുപോലെ ആശങ്കയ്ക്ക് ഇട നൽകുന്നുണ്ട്. 24 Explainer, the AR/VR specialist. നിലമ്പൂർ മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ പ്രകടനം മുൻകാലങ്ങളിൽ ഒട്ടും ആശാവഹമല്ല. 2021 പാർട്ടി സ്ഥാനാർത്ഥി TK അശോക് കുമാറിന് ലഭിച്ചത് കേവലം 8595 വോട്ടുകളാണ്. അതായത് ആകെ പോൾ ചെയ്തതിന്റെ 4.96% വോട്ടുകൾ മാത്രം. 2011 അത് കേവലം 4425 വോട്ടുകളായിരുന്നു. ഈ ആശാവഹമല്ലാത്ത സാഹചര്യം തന്നെയാണ് ബി.ജെ.പിയെ നിലമ്പൂരിൽ നിന്ന് പുറകോട്ടടിക്കുന്നത്. ഇനി ബി.ജെ.പി. മത്സരിച്ചില്ലെങ്കിൽ അവർക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും കുറവ് വോട്ടുകളായ 4425 വോട്ടുകൾ മറിഞ്ഞാൽ പോലും അത് നിർണായകമാകും. ഓർക്കണം, കഴിഞ്ഞ തവണ വിജയിച്ച സ്ഥാനാർത്ഥിക്ക്, അതായത് PV അൻവറിന് ലഭിച്ച ഭൂരിപക്ഷം അത് കേവലം 2700 വോട്ടുകളായിരുന്നു. മത്സരം സംബന്ധിച്ച് രണ്ട് അഭിപ്രായമാണ് ഇപ്പോൾ ബി.ജെ.പിയിലുള്ളത്. തൃക്കാക്കരയോ പുതുപ്പള്ളിയോ പാലക്കാടോ ചേലക്കരയോ പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം പോലും ഇല്ലെന്നിരിക്കെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത്. ഒരാവശ്യവുമില്ലാത്ത തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്നും ആയതിനാൽ മത്സരിക്കേണ്ടതില്ല എന്നുമാണ് ഒരു വിഭാഗത്തിന്റെ പക്ഷം. എന്നാൽ മത്സരിക്കാതിരിക്കുന്നത് കൂടുതൽ ദോഷം ചെയ്യുമെന്നും ഒത്തുകളി ആരോപണമടക്കം ഉയരുമെന്നും ഒരു വിഭാഗം പറയുന്നു. വോട്ട് കുറഞ്ഞാൽ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ തലയിൽ വരുമെന്ന ആശങ്കയും നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം. ഇനി മത്സരിക്കുകയാണെങ്കിൽ തന്നെ അത് BDJS അടക്കമുള്ള ഘടകകക്ഷികളാകാനേ സാധ്യതയുള്ളൂ. ഇതിനോടകം CPIM BJP ഒത്തുകളി ആരോപണവുമായി PV അൻവർ രംഗത്തെത്തിയിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ച ശേഷമേ സ്ഥാനാർത്ഥി കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളൂ എന്നാണ് BJP-യിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ.